ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഏകദേശം 6ഓളം ട്രാൻസ്ഫർ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയും ബന്ധപ്പെടാൻ പോകുന്നത്. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഏതൊക്കെ താരമായ ചർച്ചയിലുണ്ട്, ആരെയൊക്കെ സൈൻ ചെയ്തു, ആരൊക്കെ ടീമിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ള എല്ലാ വാർത്തകളും പറഞ്ഞുണ്ട്. അപ്പോൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഡിഫൻഡർ, അതായത് കഴിഞ്ഞ ഒരു സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ നെടുന്തൂൺ പോലെ നിന്നൊരു സെൻറ്റർ ബാക്ക് ആയിരുന്നു ഹെക്ടർ യൂസ്തെ. അപ്പോൾ ഈ ഒരു താരത്തെ നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിലനിർത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. താരത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ ഒരു ട്രാൻസ്ഫറിൽ അവസാനിക്കുന്ന താരം ഫ്രീ ഏജൻറ്റായി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു യുവതാരം 22 വയസ്സ് മാത്രം പ്രായമുള്ള മോഹൻ ബഗാൻ്റെ സ്ട്രൈക്കറായിട്ടുള്ള ഫർദീൻ അലി എന്ന താരത്തിനെ മുഹമ്മദൻ SC ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ മുഹമ്മദ് SC ISLലേക്ക് ഐ ലീഗിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീം നിലവിൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രോമിസിംഗ് സ്ട്രൈക്കർ തന്നെയാണ് അപ്പോൾ താറ്റ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്ന് 2 താരങ്ങൾ ഉടൻ തന്നെ പോകുന്നതാണ്. ഇതിനു പുറമെ ഒരു സൂപ്പർ സൈനിങ്, ഒരു ഇന്ത്യൻ സൈനിങ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇടയ്ക്കൊരു സമയത്ത് സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത്, എന്നാൽ പോലും ഇപ്പോൾ ഇതും നിലവിൽ കൺഫേംഡ് അല്ല. നിലവിൽ അപ്പുയ റാൾട്ടെ എന്ന മുംബൈ സിറ്റി FC സൂപ്പർ താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയിൽ നിന്ന് മുംബൈ സിറ്റി സൈൻ ചെയ്ത നിലവിൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വളരെയധികം ഏകദേശം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സൂപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് അപ്പുയ റാൾട്ടെ. അപ്പോൾ അദ്ദേഹത്തെ നിലവിൽ മുംബൈ സിറ്റി FC നോർത്ത് ഈസ്റ്റേൺ സൈൻ ചെയ്ത് റെക്കോർഡ് ട്രാൻസ്ഫർ കൊടുത്താണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ തന്നെ കൊടുത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അപ്പുയ റാൾട്ടെ പോലുള്ള താരത്തെ ടീമിലെത്തിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈസ്റ്റ് ബംഗാൾ FCയും താരത്തിന് പിന്നാലെയുണ്ട്. ഇരുവരും തമ്മിൽ നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. നിലവിൽ മോഹൻ ബഗാൻ തന്നെയാണ് മുന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ വലിയൊരു ട്രാൻസ്ഫർ കൊടുത്ത് മോഹൻ ബഗാൻ അപ്പുയ റാൾട്ടെ എന്ന സൂപ്പർ താരത്തെ സൈൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് പുറമെ വന്നിരിക്കുന്നത് ഏകദേശം 4ഓളം വിദേശ താരങ്ങളുടെ അപ്ഡേറ്റ് ആണ്. നിലവിൽ 4 പേരുമായി ചർച്ച നടത്തുകൊണ്ടാണ് അറിയാൻ കഴിയുന്നത്. ആരൊക്കെ ടീമിൽ വരുമെന്ന് അറിയില്ല. എന്നാലും നിലവിൽ കിട്ടുന്ന ഏറ്റവും റിപ്പോർട്ടിൽ പ്രകാരം എ ലീഗിലെ ടോപ്പ് സ്കോറർ, അതായത് ഓസ്ട്രേലിയൻ ലീഗിൻ്റെ ഒരു ലെജൻഡ്, ഒരു ഗോട്ട് എന്ന് പറയുന്ന ഒരു ലെജൻഡ് പ്ലെയർ ആയിട്ടുള്ള ജാമി മെക്ലേറൻ എന്ന താരത്തെ 2 വർഷത്തെ കരാറിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്തു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. എ ലീഗിൽ കഴിഞ്ഞ ശേഷം 10ഓളം സീസണായി മെൽബൺ സിറ്റി FCക്ക് വേണ്ടി പന്ത് കെട്ടി എ ലീഗിൽ തന്നെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് സ്കോററായിട്ടുള്ള ജാമി മെക്ലേറൻ എന്ന താരത്തെ നിലവിൽ 2 വർഷത്തെ കരാറിൽ മോഹൻ ബഗാൻ സൈൻ ചെയ്തുകൊണ്ട് ഇത് വലിയൊരു സൈനിങ് തന്നെയാണ് ISLനെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 3 വിദേശ താരങ്ങളായി ചർച്ചയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ മോഹൻ ബഗാൻ കോസ്ട്രിക്ക താരമായിട്ടുള്ള ഓസ്കാർ ഡൗട്ടെ എന്ന അൽവെദ FCയുടെ താരത്തിനെ ചർച്ചയിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് നിലവിൽ അവസാനിക്കുകയാണ്. അതുപോലെ നിലവിൽ താരം ഇഞ്ചുറിയിലാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഇഞ്ചുറി എത്രത്തോളം സീരിയസ് ആണ്, അതല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് വെച്ചിരിക്കും അതിൻ്റെ സൈനിങ്. നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇദ്ദേഹമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു താരം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ വളരെയധികം കാലമായിട്ട് ഒരു പുറത്തേക്കുള്ളൊരു ചർച്ച നടത്തിക്കൊണ്ട താരമാണ്. സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. അതുപോലെ ഈ താരത്തിൻ്റെ കോൺട്രാക്ട് 2024 അവസാനിക്കില്ല. അതിൻ്റെ കോൺട്രാക്ട് 1 വർഷം കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സൈൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഈ താരം നിലവിൽ AFC കപ്പ് വിജയി കൂടിയാണ്. സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വനാട്ടു നാഷണൽ ടീം ഡിഫൻഡറായിട്ടുള്ള ബ്രെയിൻ കാൽടെക് എന്ന സൂപ്പർ താരത്തിനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെക്ടർ യൂസ്തെ എന്ന താരത്തിന് പകരക്കാരനായി ടീമിൽ കൊണ്ടുവരാൻ എല്ലാവിധ ചാൻസുമുള്ളൊരു താരം തന്നെയാണ് ഇദ്ദേഹം. നിലവിൽ AFC കപ്പൊക്കെ അടിച്ചിരിക്കുന്ന താരമാണ്. അപ്പോൾ വലിയൊരു ട്രാൻസ്ഫർ തന്നെ കൊടുക്കേണ്ടി വരും സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് ഈ ഒരു താരത്തെ ടീമിൽ എത്തിക്കണമെങ്കിൽ. അപ്പോൾ കനറിയാൻ പറ്റാത്ത ടീമിൽ എത്തിക്കുമോ എന്ന്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു ഫോറിൻ താരം, നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചർച്ചയിലുള്ള അവസാനത്തെ ഫോറിൻ താരം എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ താരം തന്നെയാണ്. നിലവിൽ ഈ താരത്തെ ഈ സീസണിൽ സൈൻ ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹമായി നിലവിൽ വലിയ നാളുകളായി ചർച്ചയിലുണ്ടെന്നും, എന്നാൽ നിലവിൽ ഈ താരത്തിന് ഈ സമ്മറിലും സൈൻ ചെയ്യാൻ പോകുന്നില്ല. ടീമിൽ ഭാവിയിൽ വലിയൊരു നല്ലൊരു സൂപ്പർ ടീമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ കാരണം അദ്ദേഹത്തെ വരുന്ന സീസണിൽ സൈൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലെന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല സൂപ്പർ താരം തന്നെയാണ് ഓസ്ട്രേലിയൻ താരം കോണർ മെറ്റ്കാൽഫെ എന്ന സൂപ്പർ താരത്തെയാണ് നിലവിൽ ചർച്ചയിലുള്ളത്. അപ്പോൾ കനർ ഈ താരത്തെ ടീമിൽ എത്തിക്കുമോ എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് ചെയ്യുക. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്തൊക്കെയായിരിക്കും ഈ ഒരു വരുന്ന സീസണിൽ ഏതൊക്കെ താരം സൈൻ ചെയ്യും എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ വരുന്ന അപ്ഡേറ്റിലാണ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അടുത്ത വീണ്ടും കാണാം.